തൃശൂർ സംസ്ഥാന പാതയിലെ കുറാഞ്ചേരി ബസ് ബേ ഉപയോഗിക്കാതെ നടുറോഡിൽ ബസ്സുകൾ നിർത്തി ഗതാഗത തടസ്സവും അപകട ഭീഷണിയും ഉണ്ടാകുന്ന വിഷയത്തിൽ ബസ് ഉടമകൾക്ക് കർശന താക്കീത് നൽകി മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായി കുറാഞ്ചേരിയിൽ ബസ്സുകൾക്ക് റോഡിൽ നിന്ന് മാറ്റി നിർത്തി യാത്രക്കാരെ സുരക്ഷിതമായി കയറ്റാനും ഇറക്കാനും ലക്ഷ്യമിട്ട് പണി കഴിപ്പിച്ച പ്രത്യേക ബസ് ബേയും ആ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നോക്കുകുത്തിയായ വിഷയം സോഷ്യൽ മീഡിയകളിലൂടെയും വിവിധ സംഘടനകളുടെ രേഖാമൂലമുള്ള പരാതിയിലൂടെയും MVDക്ക് ലഭിച്ചിരുന്നു. ബസ് ബേയിൽ കയറ്റി നിർത്തേണ്ട ബസ്സുകൾ കുറാഞ്ചേരിയിലെ 4 കൂടിയ ജംഗ്ഷനിലെ നടുറോഡിലാണ് നിർത്തിയിടുന്നത്. ബസ്സുകൾ ആളുകളെ കയറ്റി ഇറക്കുന്ന അത്രയും സമയം സംസ്ഥാന പാതയിലൂടെ വരുന്ന മറ്റ് നൂറുകണക്കിന് വാഹനങ്ങൾ ഈ ബസ്സുകളുടെ പിറകിൽ ബ്ലോക്കായി കിടക്കേണ്ടി വരുന്നതിനാൽ ഈ റൂട്ടിൽ വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ടെന്നും മറ്റു റോഡുകളും ചേരുന്ന കുറാഞ്ചേരി ജംഗ്ഷനിൽ KSRTC ഉൾപ്പെടെ വലിയ ബസ്സുകൾ റോഡിന് നടുവിൽ പെട്ടെന്ന് നിർത്തുമ്പോൾ പിറകിൽ വരുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള എല്ലാ ബസ്സുകളും കുറാഞ്ചേരിയിലെ ബസ് ബേയിൽ മാത്രമേ നിർത്താവൂ എന്ന് മോട്ടോർ വാഹന വകുപ്പും ട്രാഫിക് പോലീസും കർശന നിർദ്ദേശം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച പരാതികളിൽ അടിയന്തര ഇടപെടലിന്റെ ഭാഗമായി ഇന്ന് ജോയിന്റ് RTO വടക്കാഞ്ചേരിയിൽ ഇന്നലെ വടക്കാഞ്ചേരിയിൽ ജോയിന്റ് RTO S. ശ്രീജിത്ത്, MVI മനോജ് കുമാർ, SM, AMY മാരായ ഷീബ, സെന്തിൽ എന്നിവരുടെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ബസ് ഓണേഴ്സിന്റെ യോഗം വിളിച്ചു ചേർത്ത് ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകുകയുണ്ടായി. ജംഗ്ഷനിൽ റോഡിന് നടുവിൽ ബസ് നിർത്തുന്ന ഡ്രൈവർമാർക്കെതിരെയും പെർമിറ്റ് ലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെയും കൃത്യമായ പരിശോധന നടത്തി പിഴയും ശിക്ഷാ നടപടികളും സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. അനധികൃതമായി ബസ് ബേയിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുമെന്നും യാത്രക്കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് നീങ്ങി ബസ് കയറുന്നതിനായി നിൽക്കേണ്ടതാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. നമ്മുടെ വടക്കാഞ്ചേരി അതിർത്തിയിലെ കുറാഞ്ചേരി ബസ് സ്റ്റോപ്പിലെ ബസ് ബേയിൽ ബസ് നിർത്താത്തതുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് പരാതികൾ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ ഇടയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആയതിന് നമ്മൾ ബസ് ഓണേഴ്സ് അസോസിയേഷനും അതിൻ്റെ ഭാരവാഹികളും ഓണർമാരെയും വിളിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൽ ബസ് ബേയിൽ കയറ്റി നിർത്താത്തത് മൂലം ജംഗ്ഷനിൽ വണ്ടി നിർത്തുന്ന മൂലം പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് മറികടക്കാൻ പറ്റാതെ അപകടങ്ങൾക്കും ബ്ലോക്കിനും കാരണമാകുന്നുണ്ട്. ആയത് പരിഹരിക്കുന്നതിന് ഇവരെ മുതലാളിമാരോട് എല്ലാ ബസ് ഓണേഴ്സ് മുതലാളിമാരോടും അസോസിയേഷൻ്റെ ആൾക്കാരോടും നമ്മൾ വിളിച്ച് ഇന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. അതിലവർ തൊഴിലാളികളുമായിട്ട് നിർദ്ദേശം നൽകിയിട്ട് ഇത് പരമാവധി പൊതുജനങ്ങൾക്ക് ആവാത്ത രീതിയിൽ ബസ് ബേയിൽ തന്നെ നിർദ്ദിഷ്ട ബസ് ബേയിൽ തന്നെ വാഹനം നിർത്താൻ സൗകര്യം ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. ആയത് ഞങ്ങൾ എൻഫോഴ്സ് ചെയ്യും. അതുപോലെ അത് പാലിക്കാത്ത ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കുകയും കണ്ടക്ടർമാർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി മതിയായ സഹകരണം നൽകണം. കാരണം ബസ് ബേയിൽ ബസ് നിർത്തുമ്പോൾ അവിടെ ചെന്ന് കയറാനുള്ള മര്യാദ യാത്രക്കാരും കാണിക്കണം. അതുപോലെ ആ പരിസരത്ത് മറ്റ് പാർക്കിംഗ് ഒന്നും അനുവദിക്കുന്നതല്ല. അതിന് പൊതുജനങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ്. ഇനി വരും ദിവസങ്ങളിലും ചെക്കിംഗ് ഉണ്ടായിരിക്കുകയും ഇതിന് മതിയായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ബാധ്യത ബസ്സുകാരുടെ ഭാഗത്തുനിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും പിന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉള്ള സഹകരണം കൂടി പ്രതീക്ഷിച്ചുകൊള്ളും. താങ്ക് യു.